अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഈ അവസരത്തിൽ ഞാൻ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ ചില ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ്. ഈ ഉദ്ധരണികൾ വ്യതിരിക്തമായ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ളതും വിവിധങ്ങളായ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയുമാണ്. ചില കാര്യങ്ങൾ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ഉദ്ധരിച്ചുകൊണ്ടും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഒന്നാമത്തെ വിഷയം തബ്ലീഗുമായി ബന്ധപ്പെട്ടതാണ്. അത് ഹസ്രത്ത് മുസ്ലിം മൗദ് ഇന്ത്യൻ വിഭജനത്തിന് ശേഷം കാദിയാനിലെ ജമാഅത്തിനായി ജലസ സലാനയുടെ അവസരത്തിൽ അയച്ച ഒരു സന്ദേശമാണ്. അതിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അതായത്, നിങ്ങൾ എല്ലാ രീതിയിലും തബ്ലീഗ് ചെയ്യുക. ഈ ഭാഗത്തേക്ക് വളരെയധികം അധ്വാനത്തിന്റെ ആവശ്യമുണ്ട്. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന് വെളിപാട് മുഖേന ഇങ്ങനെ പറഞ്ഞത് സത്യമാണ്: ഞാൻ നിന്റെ തബ്ലീഗിനെ ഭൂമിയുടെ കോണുകളോളം എത്തിക്കുന്നതാണ്. അതോടൊപ്പം ഇതും പറഞ്ഞു: അള്ളാഹു നിന്റെ നാമം ലോകം മാറ്റിമറിക്കപ്പെടുന്നത് വരെ അന്തസ്സുറ്റതാക്കി വെക്കുകയും നിന്റെ വാദത്തെ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതുമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ തബ്ലീഗിനെയും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെയും അദ്ദേഹത്തിന്റെ നാമത്തെയും ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുമെന്ന് ഉള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം സത്യമാണ്. ഈ ജോലി അള്ളാഹു തന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വരും കാലവും ഇൻഷാ അള്ളാഹ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ജമാഅത്ത് അംഗങ്ങളുടെ ശ്രദ്ധ തബ്ലീഗിലേക്ക് തിരിക്കുകയുണ്ടായി. എന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അറിവ് നേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബത്ത് തബ്ലീഗ് ചെയ്തതുപോലെ നിങ്ങളും തബ്ലീഗ് ചെയ്യുക. എന്നിരുന്നാലും അള്ളാഹുവിന്റെ വാക്കുകളിൽ നിന്ന് പരിപൂർണമായ പങ്കാളിത്തം ലഭിക്കുന്നതിനായി ചില പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ വാഗ്ദാനം അള്ളാഹുവിൻ്റെതാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ അള്ളാഹു അത് പൂർത്തീകരിക്കുന്നതിനായി നബിയുമായി അനുസരണ പ്രതിജ്ഞ ചെയ്തവർക്കും അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അവർ ഇതിൽ കൂടുതലായി പങ്കെടുക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി മാറുകയും ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ സംഭവിക്കുമ്പോൾ അള്ളാഹു അവരുടെ പ്രവർത്തികളിൽ തന്റെ
വാഗ്ദാനം അനുസരിച്ച് അളവറ്റ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. तो अल्लाह ताला അതുപോലെ പുതിയ പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. उनके कामों में നമ്മളത് കാണുകയും ചെയ്യുന്നു. അതായത് അള്ളാഹു എപ്രകാരമാണ് വിവിധങ്ങളായ മാർഗങ്ങൾ തബ്ലീഗിനായി തുറന്നു നൽകിയിട്ടുള്ളത്. ഏതായാലും മുസ്ലിം മൗദിന്റെ സന്ദേശത്തിലെ തബ്ലീഗുമായി സംബന്ധിക്കുന്ന ആ ഭാഗം സമർപ്പിക്കുകയാണ്. बहरहाल हज़रत मुस्लिम मऊद എന്നാൽ കാദിയാനിൽ के पैगाम को वो കുറഞ്ഞ ആളുകളും ചുരുങ്ങിയ बारे में था, ഉപാധികളും മാത്രമായിരുന്നിട്ട് കൂടി ഈ ഗൗരവമേറിയ ഉത്തരവാദിത്വത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിച്ചു. थोड़ी तादाद ദർവേഷമാർക്ക് दूध वसाइल അദ്ദേഹം സ്ഥൈര്യം നൽകി. അവർക്ക് ധൈര്യം പകരുന്നതിന് വേണ്ടി ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രാരംഭകാലത്തെക്കുറിച്ച് പരാമർശിച്ചു. इस्लाम അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, इब्तदाई है, കാദിയാനിൽ നിങ്ങളുടെ എണ്ണം 313 മാത്രമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ നിങ്ങൾ फरमाते हैं उनको ഈ കാര്യം വിസ്മരിക്കില്ല എന്ന് കരുതുന്നു. അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം कादियान में കാദിയാനിൽ അള്ളാഹു പറഞ്ഞ ജോലി ആരംഭിച്ചപ്പോൾ ആ സമയത്ത് കാദിയാനിൽ അഹമ്മദികളുടെ എണ്ണം 2-3 ആയിരുന്നു. खुदा ताला के बताए हुए काम को शुरू फरमाया। 300 എന്നത് कादियान में തീർച്ചയായും 3-നേക്കാൾ വലുതാണ്. 2-3 थी। ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വിജ്ഞാപന കാലത്ത് കാദിയാനിലെ ജനസംഖ്യ 1100 ആയിരുന്നു. हज़रत वसीम 1100ന്റെയും 3ന്റെയും അനുപാത സംഖ്യ की आबादी 366 ആണ്. അതായത് और 3 की निस्बत ഒന്നിന് എതിരായി 366 ആളുകൾ. എന്നാൽ ഇപ്പോൾ यानी एक के ഈ സന്ദേശം അദ്ദേഹം അയക്കുന്ന സമയത്ത് കാദിയാനിലെ ജനസംഖ്യ 12,000 എന്ന് കരുതിയാലും ഇപ്പോഴുള്ള അഹമ്മദികളുടെ എണ്ണം കണക്കിലെടുത്താൽ മറ്റ് കാദിയാനിൽ താമസിക്കുന്ന ആളുകളുമായിട്ടുള്ള അനുപാതം എന്നത് 36-ൽ 1 कादियान के लोगों से അതായത് ഒരു അഹമ്മദി 36 ആളുകൾക്ക് പകരക്കാരനാണ്. बेटा 36 होती, यानी कि अहमदी മുമ്പ് 36 के मुकाबले पर ഒരാൾ एक अहमदी 366 പേരെയായിരുന്നു അഭിമുഖീകരിച്ചിരുന്നത്. जिस ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം തന്റെ കർത്തവ്യ നിർവഹണം ആരംഭിച്ച കാലത്ത് उससे കാദിയാനിൽ അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലഘട്ടത്തിൽ അതിനേക്കാൾ आपकी ताकत 11 गुना ഇപ്പോൾ ശക്തി 11 മടങ്ങ് വർദ്ധിച്ചിരുന്നു. അതുപോലെ ഏത് സമയത്താണ് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം തന്റെ ജോലി ആരംഭിച്ചത് ആ സമയത്ത് കാദിയാനിന് പുറത്ത് अहमदिया जमात नहीं थी, അഹമ്മദികളുടെ ഒരു ജമാഅത്തും ഉണ്ടായിരുന്നില്ല. 20 എന്നാൽ ഇപ്പോൾ ഹിന്ദുസ്ഥാനിൽ 20-ൽ പരം സ്ഥലങ്ങളിൽ ജമാഅത്ത് സ്ഥാപിതമായിരിക്കുന്നു. करना ഈ ജമാഅത്തുകൾക്ക് ഉണർവ് നൽകേണ്ടതും ക്രമപ്പെടുത്തേണ്ടതും പുതിയ നിർണയത്തോടെ എഴുന്നേൽപ്പിക്കേണ്ടതും उनकी ताकत ഇസ്ലാം അഹമ്മദിയത്തിന്റെ പ്രചാരണം ഹിന്ദുസ്ഥാനിന്റെ 4 ഭാഗത്തും വ്യാപിപ്പിക്കുന്നതാണ് എന്ന നിശ്ചയത്തോടെ में फैला दें। അവരുടെ ശക്തിയെ സംയോജിപ്പിക്കേണ്ടതും നിങ്ങളുടെ ചുമതലയാണ്. ഈ അനുപാതം തന്നെയായിരിക്കും ഒരുപക്ഷെ ഇപ്പോഴുള്ള കാദിയാനിലെ ജനസംഖ്യ. कादियान की അഹമ്മദികൾ ആയിരക്കണക്കിനാണെങ്കിൽ അവരുടെയും മറ്റുള്ളവരുടെയും എണ്ണം വർദ്ധിച്ചിരിക്കാം. എന്നാൽ ഇപ്പോൾ മാർഗങ്ങളും മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു. ഉപാധികളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ അധികമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ जराए भी हमारे अल्लाह ताला के ഇന്ത്യയിൽ ഇപ്പോൾ बहुत ज्यादा है। ജമാഅത്തിനെ സംബന്ധിച്ചുള്ള പരിചയം വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കുന്നവരും ജീവിതം അർപ്പണം ചെയ്തവരും മുറബികളും हो रहा है അവർക്കും വ്യക്തിപരമായ നിലയിൽ जो वाकफी തങ്ങളുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനായി ചിലപ്പോൾ അടികൊള്ളേണ്ടി വരും, എതിർപ്പ് സഹിക്കേണ്ടി വരും. कोशिशों को എന്നിരുന്നാലും നമുക്ക് ഹിക്മത്തോടുകൂടി मुखालफतें भी होती हैं। തബ്ലീഗ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് हमने ഈ കാര്യം ലോകത്തിലെ മറ്റു രാജ്യങ്ങളും തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. आगे बढ़ाना है। അള്ളാഹു इस बात को दुनिया के बाकी ममालिक को भी अपने सामने रखना चाहिए। തബ്ലീഗ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും അതിന് വിശാലത നൽകുന്നതിനും നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് വിശുദ്ധ ഖുർആന്റെയും കൽപ്പനയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും അള്ളാഹു ഈ കൽപ്പനയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ सामने भी यही फरमाया है। നമുക്ക് सल्लल्लाहु अलैहि वसल्लम को ഇതിനായി
എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും അതിശക്തമായ ആസൂത്രണങ്ങൾ തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ ഈ ജോലി കൂടുതൽ വിശാലത നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തബ്ലീഗിനോടൊപ്പം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ വരുന്നവരെ പരിരക്ഷിച്ചു നിർത്തുക എന്നതും വളരെ വലിയ ജോലിയാണ്. ചില സ്ഥലങ്ങളിൽ തബ്ലീഗ് നടക്കുന്നു, ജനങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു, എന്നാൽ അവരുടെ മേൽനോട്ടം സാധ്യമാകുന്നില്ല. പിന്നീട് വന്നവരിൽ ഒരുപാട് പേർ നമുക്ക് നഷ്ടമാകുന്നു. ഇന്ത്യയിൽ കൂടുതലായി ഗ്രാമവാസികൾ, ദരിദ്രരായ ആളുകളാണ് അഹമ്മദിയത്ത് സ്വീകരിക്കുന്നത്. എതിരാളികളുടെ എതിർപ്പും ശക്തമാകുമ്പോൾ ചില വിശ്വാസ ബലഹീനരായിട്ടുള്ളവർ ഭയത്താൽ തങ്ങളുടെ ബലഹീനത പ്രദർശിപ്പിക്കുന്നു. എന്നാൽ അവിടെ നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുകയാണെങ്കിൽ, ആസൂത്രണം ചെയ്യുന്നവരാണെങ്കിൽ, ഏതുപോലെ തബ്ലീഗ് കാര്യങ്ങളിൽ പദ്ധതികൾ തയ്യാറാക്കുന്നുവോ അതുപോലെ തയ്യാറാക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല പ്രവർത്തനം അതിലുണ്ടാകുന്നു. അതുകൂടാതെ വിവിധങ്ങളായ ഇസ്ലാഹ് ഇർഷാദ് വകുപ്പുകളും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നൂറുൽ ഇസ്ലാം എന്ന വകുപ്പും അതിന് വിവിധങ്ങളായ ഉപാധികളുണ്ട്. ഫോൺ മുഖേന, പത്രമാധ്യമങ്ങളിലൂടെ തബ്ലീഗ് നല്ല നിലയിൽ ചെയ്യുന്നു. അതുപോലെ നിസാറത്ത് വഖഫ് ജദീദിന്റെ കീഴിലും തബ്ലീഗ് പ്രവർത്തനം നടന്നു വരുന്നു. അവിടെ എതിരാളികൾ എത്തി നവ അഹമ്മദികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവിടെ ചെന്ന് നാം പുതിയ അഹമ്മദികൾക്ക് ധൈര്യം പകർന്നു നൽകേണ്ടതാണ്. ജില്ലയുടെയും കേന്ദ്രത്തിന്റെയും പ്രതിനിധികൾ ഉടൻ അവിടെ എത്തിച്ചേരേണ്ടതാണ്. എവിടെ നിന്നാണ് ഇത് സംബന്ധിച്ച് അറിവുണ്ടാകുന്നത്, അവിടെ ചില ബുദ്ധിമുട്ടുണ്ടായി എന്നോ അല്ലെങ്കിൽ അഹമ്മദിക്കോ അത് ചെറിയ ഒരു ഗ്രാമമായിരുന്നാൽ പോലും അവിടെ എത്തിച്ചേരേണ്ടതാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അവിടെയുള്ള ആളുകൾക്കും മുബ്ലിഗീങ്ങൾക്കും തങ്ങളുടെ പഴയ ബന്ധങ്ങളെയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. പ്രാദേശിക ആളുകളുടെ വിവരങ്ങൾ അറിയുന്നതിനായി നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുക. ഞാൻ മുമ്പ് ദറസിലോ ഖുതുബയിലോ പറഞ്ഞതുപോലെ അവിടെയും അഹമ്മദിയത്തിന്റെ എതിരാളികൾ ഇത്രയും പെട്ടെന്ന് എത്തിക്കൊണ്ട് അത് അഹമ്മദിയത്തിൽ നിന്ന് ഇവരെ വേർപെടുത്തണം എന്ന ചിന്തയിൽ അവിടെ എത്തിച്ചേരുന്നു. എല്ലായിടത്തും പ്രധാനമായും കൂടുതൽ ബയ്യത്തുകൾ നടക്കുന്നിടത്ത് അതിലും ദരിദ്ര രാജ്യങ്ങളാണ്. അവിടെ ഈ വിധത്തിൽ സംഭവിക്കുന്നു. ഖാജ കമാലുദ്ദീൻ സാഹിബിനെ സംബന്ധിച്ചുള്ള ഒരു സംഭവം മുസ്ലിം മൗദ് വിവരിക്കുന്നു. അദ്ദേഹം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ ബയ്യത്ത് ചെയ്തിരുന്നു. എന്നാൽ ഖിലാഫത്തെ സാനിയായുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഫിത്നയിൽ അകപ്പെടുകയും ലാഹോരിയങ്ങളുടെ നേതാക്കളിൽ ഉൾപ്പെടുകയും ചെയ്തു. എന്തായാലും അവർക്ക് സ്ഥാനമായിരുന്നു വേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അറിവിനെ എപ്രകാരമാണ് വർദ്ധിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെയും പ്രസംഗങ്ങളുടെയും രഹസ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് മുസ്ലിം മൗദ് പറയുന്നു. ഖാജ കമാലുദ്ദീൻ സാഹിബിന്റെ വിജയത്തിന് കാരണം അദ്ദേഹം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ നിന്ന് പ്രഭാഷണങ്ങൾ തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം കാദിയാനിൽ വന്ന് കുറച്ച് ഖലീഫ അവലിനോട് ചോദിച്ചു, മറ്റ് ചിലരോട് മറ്റു ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രസംഗം തയ്യാറാക്കി പിന്നീട് അതുമായി ഹിന്ദുസ്ഥാനിലെ വിവിധ പട്ടണങ്ങളിൽ പര്യടനം നടത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് വിജയം അദ്ദേഹം നേടിയിരുന്നു. മുസ്ലിം തന്നെ പറയുന്നു, ഖാജാ സാഹിബ് പറയാറുണ്ടായിരുന്നു, 12 പ്രഭാഷണങ്ങൾ ഒരാളുടെ പക്കൽ തയ്യാറാകുകയാണെങ്കിൽ അയാൾക്ക് അസാധാരണമായ പ്രശസ്തി ലഭിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഖാജാ സാഹിബ് 7 പ്രഭാഷണങ്ങൾ തയ്യാറാക്കിയിരുന്നു. പദവി തേടി പോവുകയും ഹിന്ദുസ്ഥാനിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഈ 7 പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹം വളരെ പ്രശസ്തി നേടിക്കഴിഞ്ഞിരുന്നു.
भी ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രഭാഷണം നല്ല നിലയിൽ തയ്യാറാക്കുന്ന പക്ഷം, असर हो सकता है। കാരണം അത് നല്ലതുപോലെ बस हज़रत मसीह अलैहिस्सलाम की ഹൃദ്യസ്ഥമാകുന്നതാണ്. അതുമൂലം ജനങ്ങളിൽ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. पढ़ना जरूरी है, फिर ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ और आगे उससे तैयारी करना। ആദ്യ 30 ഗ്രന്ഥങ്ങൾ അത് വായിക്കേണ്ട നിർബന്ധമാണ്. അതിനുശേഷം അത് മനസ്സിലാക്കുകയും അതിലൂടെ തയ്യാറെടുപ്പ് നടത്തുക. सर्फ ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടാണ് പറയുന്നത്. ആദ്യകാലത്ത് സർഫിന് പ്രത്യേകം ഉസ്താദ് ഉണ്ടായിരുന്നു, നെഹുവിന് മറ്റൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, പക്കീർ റൊട്ടിക്ക് മറ്റൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, കച്ചി റൊട്ടിക്ക് മറ്റൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഇപ്പോൾ ആ കാലഘട്ടം വീണ്ടും വന്നിരിക്കുകയാണ്. സയൻസ് വളരെയധികം പുരോഗതി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ വിശേഷ ജ്ഞാനവും സ്പെഷ്യലൈസേഷന്റെയും കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഇതുപോലെ തന്നെയാണ് വേണ്ടിയിരുന്നത്. പ്രാസംഗികർക്ക് നല്ല രീതിയിൽ വിഷയങ്ങൾ തയ്യാറാക്കി നൽകുക, പുറത്തുപോയി അവർ ആ പ്രസംഗങ്ങൾ കേൾപ്പിക്കുക. और हमें यहाँ ഇതിന്റെ ഫലം ജമാഅത്തിന്റെ ഉദ്ദേശാടിസ്ഥാനത്തിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. वही होंगे നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അവർ എന്താണ് പറയുന്നത് എന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. हो तो तायदी लेक्चरों के तौर पर वो और कुछ किसी मजमून पर भी बोल सकते हैं। മുഖ്യ പ്രഭാഷണം അതായിരിക്കും. मासूल അതുപോലെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ആവശ്യം നേരിട്ടാൽ പിന്തുണ നൽകുന്നതിനായി മറ്റു വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കാവുന്നതാണ്. ഈ രൂപരേഖ മുബലീഗങ്ങൾക്കും ദായി ഇലല്ലാമാർക്കും വേണ്ടിയുള്ളതാണ്. അതുപോലെ വൈജ്ഞാനിക സദസ്സുകളിൽ പങ്കെടുക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. പ്രഭാഷണങ്ങൾ ഒരുപക്ഷെ ഈ വിധം തയ്യാറാക്കുകയാണെങ്കിൽ വലിയ വലിയ പ്രൊഫസർമാർ, ദീനിനെ സംബന്ധിച്ച് അല്പജ്ഞാനി ഉള്ളവരും ദീനിനെ ആക്ഷേപിക്കുന്നവരും, അവരിലും ഒരു സ്വാധീനം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. यहाँ भी एक प्रोग्राम था ശോഭ തബ്ലീഗിന്റെ കീഴിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. जिसमें इसराइल से भी एक बड़े यहूदी प्रोफेसर शामिल हुए थे, कई किताबों के मुसन्निफ भी हैं वो। उसमें एक हमारे नौजवान അതിൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരു വലിയ യഹൂദിയും പങ്കെടുത്തിരുന്നു. ചില പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. അതിൽ നമ്മുടെ യുവാവായ ഒരു മുറബിയും നല്ല തയ്യാറെടുപ്പ് നടത്തി പ്രസംഗിച്ചിരുന്നു. प्रोफेसर साहब ने बड़ी ആ സാഹിബ് इस्लाम के खिलाफत के हक में बाज़ बातें की। ആ സാഹിബ് അതിൽ വളരെയധികം ആകൃഷ്ടനായിരുന്നു. അവിടെ പ്രൊഫസർ സാഹിബ് വലിയ സാമർഥ്യത്തോടുകൂടി ഇസ്ലാമിനെയും ഖിലാഫത്തിനെയും അനുകൂലിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഇസ്ലാമിനെതിരിലും ചിലത് പറഞ്ഞു. और कहने लगे कि तुम्हारा वो मुरब्बी അപ്പോൾ നമ്മുടെ ഈ യുവാവും മാന്യമായ നിലയിൽ അതിന് ഉത്തരം നൽകി. പിന്നീട് പ്രൊഫസർ സാഹിബ് ഞാനുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വേണ്ടി ഇവിടെ വന്നു. എന്നിട്ട് പറയുകയുണ്ടായി, നിങ്ങളുടെ ആ മുറബി ആ പ്രസംഗത്തിൽ വളരെ നിങ്ങളുടെ ആ മുറബി ആ പ്രാസംഗികൻ വളരെ മിടുക്കനാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മേൽ ആക്രമണം നടത്തുന്ന അനഹമതികളായ സ്കോളർമാരുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ തെളിവുകൾ ഗണ്ണിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ കൈവശം ഒരു തെളിവുകളുമില്ല. എന്നാൽ ജമാഅത്തിന്റെ കൈവശം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം നൽകിയിട്ടുള്ള വിശ്വാസ പ്രമാണം എത്രത്തോളം എന്നാൽ നല്ലതുപോലെ തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ ആരെയും നിശബ്ദരാക്കുന്നതിന് ഉതകുന്നതാണ്. അവിടെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതില്ല. അതിനാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ ദീനിയർ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ ആത്മീയതയും വർദ്ധിക്കുന്നതാണ്. किस कदर तबलीग का शौक था। പഴയ ആളുകളിൽ തബ്ലീഗിന്റെ ആവേശം എപ്രകാരമായിരുന്നു അതിനെ വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരിടത്ത് പറയുന്നു, छोटा था ഞാൻ ചെറുതായിരുന്നപ്പോൾ കുട്ടിക്കാലത്തെ ചില സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഒരു അഞ്ചുമൻ രൂപീകരിച്ചു. തഷീദുൽ അദ്ഹാൻ എന്ന ഒരു മാസിക തുടങ്ങി. പിന്നീട് ആ സമയത്തുള്ള എന്റെ സുഹൃത്തുക്കളിൽ ഒരു ചൗധരി ഫതഹ് മുഹമ്മദ് സാഹിബും ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെയുള്ള മുബലീഗായി നിയോഗിക്കപ്പെട്ടു. അവിടുന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ മകൾ അബ്ദുള്ള ഖാൻ സാഹിബിന്റെ വീട്ടിൽ വന്നു. ചൗധരി അബ്ദുള്ള ഖാൻ സാഹിബുമായി വിവാഹം നടന്നു. ചൗധരി അബ്ദുള്ള ഖാൻ സാഹിബ് സർ സഫറുല്ല ഖാൻ സാഹിബിന്റെ ഇളയ സഹോദരനായിരുന്നു. പറയുന്നു, ഒരിക്കൽ ചൗധരി അബ്ദുള്ള ഖാൻ സാഹിബിന്റെ ഭാര്യ എന്നോട് പറയുകയുണ്ടായി, പിതാവിന് അതായത് ചൗധരി ഫതഹ് മുഹമ്മദ് സാഹിബ് സിയാലിനെ താങ്കൾ നാസറി ആലയായി നിയോഗിച്ചപ്പോൾ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ സദനഞ്ജുമൻ അഹമ്മദിയായുടെ നാസറി ആലയായി നിയോഗിച്ചിരുന്നു. വീട്ടിൽ അദ്ദേഹം വളരെയധികം നിരാശ പ്രകടിപ്പിക്കുകയുണ്ടായി. ഞാൻ എന്നെ തബ്ലീഗിന് വേണ്ടിയാണ് വഖഫ് ചെയ്തത്, അവർ എന്നെ കസേരയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. മുസ്ലിം അത് പറയുന്നു, മറുവശത്ത് ഞാൻ കാണുന്നു നമ്മുടെ ജമാഅത്തിൽ ചിലരുണ്ട്, എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു, ജീവിതം വഖഫ് ചെയ്തവരെ ബഹുമാനിക്കേണ്ടതാണ്,
ഇതിൽ മുൻകാലങ്ങളിലുള്ളവരിൽ बस इसमें തബ്ലീഗ് ചെയ്യുവാനുള്ള ആവേശവും മാതൃകയും ഉൾക്കൊള്ളുന്നു. അവർക്ക് തബ്ലീഗ് ചെയ്യാൻ എത്രമാത്രം ആവേശമായിരുന്നു. और ये इस वक्त അവർ ഓഫീസ് പരമായ ജോലികളെക്കാൾ മുൻഗണന നൽകിയിരുന്നത് തബ്ലീഗിനായിരുന്നു. അതുകൂടാതെ में तैनाती पर वो तरजीह दिया करते थे. इसके अलावा ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ചിലർ പറയുന്നു, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ തന്നെ ജോലി നൽകിയാലും. कि आजकल यहाँ ഇതുകൂടാതെ മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടത്, मरकज में മുറബിമാരെയും മുബല്ലിഗുമാരെയും ജമാഅത്ത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, कि मुरब्बियान और मुबल्लिगीन ആ രീതിയിൽ ചില സ്ഥലങ്ങളിൽ നോക്കിക്കാണുന്നില്ല. അതായത് ജമാഅത്ത് അംഗങ്ങൾ देखना चाहिए. തങ്ങളുടെ മുറബികളെയും മുബല്ലിഗുമാരെയും बाज़ जगह पर नहीं എപ്രകാരമാണ് പരിഗണിക്കേണ്ടത് അപ്രകാരം പരിഗണിക്കുന്നില്ല. मुरब्बियान അതിനെ സംബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ നിന്ന് പരാതിയും വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ नहीं रखते जिस तरह रखना चाहिए. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, इस बारे में बाज़ जगह से, മുറബിമാരും മുബല്ലിഗുമാരും അവരുടെ മേൽ लेकिन इसके साथ ही ഈ കാര്യം ये बात ही मैं कहूँगा कि मुरब्बियान വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. पर ये അവർക്ക് ജമാഅത്തിൽ തങ്ങളുടെ മാന്യത നിലനിർത്തുന്നതിനായി डाल रही है. വൈജ്ഞാനികവും ആത്മീയവുമായ മേഖലയിൽ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ജമാഅത്തിലെ ഒരു വ്യക്തിക്കും लिहाज से ഇവരെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തെറ്റായ കാര്യം പറയുന്നതിനായി അവസരം നൽകാതിരിക്കുക. उनके ചില സ്ഥലങ്ങളിൽ ചില ഭാരവാഹികൾ बात कहने की മുബല്ലിഗുകളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുന്നു. बाज़ जगह മുറബി എവിടെയാണ് ഇസ്ലാഹ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെ അവർക്ക് എതിരായ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. जहाँ പിന്നീട് ദുആ സ്വീകാര്യത രഹസ്യം എന്താണ്, ഇതിനെ സംബന്ധിച്ചും फिर कबूलियत दुआ का राज क्या है और इस बारे में അതിന്റെ ഹിക്മത്തുകളും വിവരിച്ചുകൊണ്ടും അവിടുന്ന് പറയുന്നു, इसकी हिकमत को बताते हुए आप फरमाते हैं ഹസ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാം വന്നത് അള്ളാഹു ലോകത്ത് വലിയ വലിയ വിപ്ലവം ഉണ്ടാക്കുന്നതിന് ഉതകുന്ന ദുആ ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കാനും इस किस्म के निशान दिखाने അടയാളങ്ങൾ കാണിക്കുന്നതിനും വേണ്ടിയാണ്. ऐसे बंदे पैदा करने അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാം പറയുന്നു, वाला दुनिया में ജോ പേഷ് കെ ഹാ ബറോഇ കാർ യഖ്ദ ആ ബാഷിത്. फरमाया है ഇതിനർത്ഥം ഇതാണ്, മുഴു ലോകത്തിനും ചെയ്യാൻ സാധിക്കാത്തത് അതൊരു ദുആയിലൂടെ സാധിക്കുന്നതാണ്. बाशित. इसका मतलब यही है അതിനർത്ഥം അള്ളാഹു എല്ലാ ദുആകളും തീർച്ചയായും സ്വീകരിക്കും എന്നല്ല. वो एक दुआ से हो जाता है, मगर इसके ये मानी भी नहीं कि अल्लाह ताला हर दुआ को जरूर कबूल कर लेता है. ഹസ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിന്റെ പ്രിയപുത്രൻ മിർസ മുബാറക് അഹമ്മദ് വഫാത്തായി, മൗലവി അബ്ദുൽ കരീം സാഹിബ് വഫാത്തായി. അവിടുന്ന് ദുആയും ചെയ്തിരുന്നു, എന്നിട്ടും അവർ വഫാത്തായി. ഇതും അദ്ദേഹത്തിന് അടയാളമാണ്. കാരണം മിർസ മുബാറക് അഹമ്മദ് സാഹിബിനെ കുറിച്ച് അദ്ദേഹം മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. ഏതൊരു കാര്യമാണ് മുമ്പ് തന്നെ പറയപ്പെടുന്നത് അത് പിന്നീട് അടയാളമായി മാറുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടുകയില്ല, അതുപോലെ എല്ലാ ദുആകളും നിരാകരിക്കപ്പെടുകയുമില്ല. എന്നാൽ ദുആ സ്വീകരിക്കാൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായും സ്വീകാര്യത ലഭിക്കുന്നതാണ്. അതിനെ ആർക്കും തടയാൻ സാധിക്കുന്നതല്ല. ദുആയുടെ സ്വീകാര്യതയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടും ലാഹോരികളുടെ ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ടും അവിടുന്ന് പറയുന്നു, അവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു, എന്ത് അടയാളമാണ് മുസ്ലിം മൗദിനെ സംബന്ധിച്ച് പൂർത്തിയായത് എന്നുള്ള മറ്റു കാര്യങ്ങൾ. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം മുഖേന അവതരിച്ചു, അത് തുടർന്നു പോകേണ്ടത് അനിവാര്യമാണ്. फरमाया कि अल्लाह ताला के जो फजल ലാഹോരികൾക്ക് इस्लाम के जरिए ഇത്, അതായത് നിങ്ങളിലൂടെ അത് തുടർച്ച ഉണ്ടാകുകയില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട്. नाकामियों का ये हक तो है, ഖലീഫ സാനിയെ സംബന്ധിച്ച് പറയാനുള്ള അവകാശമുണ്ട്. അവിടുന്ന് പറയുന്നു, എന്നെ സംബന്ധിച്ച് यानी खलीफा मसीसानी के बारे में कह सकते हैं, कहते हैं मेरे എന്നിലൂടെ ഇതിന് തുടർച്ചയുണ്ടാവില്ലെന്ന് പറഞ്ഞുകൊള്ളുക. എന്നാൽ അവർക്ക് ये जरूरी है कि वो मेरे मुकाबले ഒരു കാര്യം നിർബന്ധമാണ്, अपना इमाम या लीडर को अपने इमाम या लीडर को അവർ എനിക്കെതിരിൽ തങ്ങളുടെ ലീഡറിനെയോ ഇമാമിനെയോ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിലൂടെ ഈ അനുഗ്രഹങ്ങൾ പ്രകടമാകുന്നു എന്ന് പറയുക. उसके जरिए आइंदा के अमूर के मुतल्लिक खबरें जाहिर करे और उसकी दुआओं को गैर मामूली तौर पर सुने, तो हम मान लेंगे कि हमको
ഇനി അള്ളാഹു വരുംകാല വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ അയാളുടെ ദുആകളിൽ അസാധാരണമായ നിലയിൽ സ്വീകാര്യത ऐसे इतराज न करो ലഭിക്കുന്നുണ്ടെങ്കിൽ की सदा ഞങ്ങൾ തെറ്റിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ സത്യത സ്ഥാപിതമാണ്. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിന് പോറലേൽക്കുന്ന ആക്ഷേപം ഉന്നയിക്കാതിരിക്കുക. ഹസ്രത്ത് മസീമ് അലി ഇസ്ലാമിനെ അള്ളാഹുവാണ് അയച്ചതെന്ന് നിങ്ങൾ ഒരു വിശ്വസിക്കുന്നു, पहली बात तो മുജദ്ദിദായിരുന്നു എന്ന് അംഗീകരിക്കുന്നു, സത്യവാനായും അദ്ദേഹത്തിന്റെ ദുആകൾ സ്വീകരിക്കാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പ്രവചനം നടത്തിയിരുന്നുവെന്നും അംഗീകരിക്കുന്നു. ഇതിൽ പ്രധാന കാര്യം എന്റെ കാര്യം അംഗീകരിക്കുന്നില്ല എങ്കിൽ അംഗീകരിക്കേണ്ട. कि उसकी दुआएं कबूल की जाती हैं और अगर उसकी दुआएं कबूल होती हैं साबित कर देते हो तो हमें कोई इतराज़ नहीं होगा मानने पर, ठीक है कि हम गलती पर हैं। ഏതെങ്കിലും ഇമാമിനെ നിങ്ങൾ अगर तुम ये कहो कि निशान മുന്നിൽ കൊണ്ടുവരിക, तो ये हज़रत मसीह अलैहिस्सलाम അല്ലെങ്കിൽ എന്റെ മുന്നിലേക്ക് ഏതെങ്കിലും ലീഡറെ കൊണ്ടുവരിക, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ദുആകൾ സ്വീകരിക്കുന്നുവെന്ന് സ്ഥാപിച്ചു കാണിക്കുക. ഇനി അദ്ദേഹത്തിന്റെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നുവെന്ന് സ്ഥാപിതമാണെങ്കിൽ പിന്നെ അത് അംഗീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. ശരി തന്നെ, ഞങ്ങൾ തെറ്റിലായിരുന്നു, എന്നാൽ അടയാളം പുലർന്നില്ല എന്ന് പറയുന്ന പക്ഷം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, എന്നാൽ ഇവരുടെ അവസ്ഥ എന്തെന്നാൽ അവർ ആ വാതിലുകൾ തന്നെ കൊട്ടിയടക്കുന്നു, കാര്യങ്ങൾ കേൾക്കാനോ मिसाल सुनाया करते, ബുദ്ധി പ്രയോഗിക്കാനോ ശ്രമിക്കുന്നില്ല. उसके कमर पे कुप निकला हुआ था। മറ്റ് ചില ചെറിയ ചെറിയ സംഭവങ്ങളും ഉദാഹരണങ്ങളുമാണ്. ഇത് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് വിവരിച്ചതാണ്. അതിൽ ഉദാഹരണം അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരു കൂനുള്ള സ്ത്രീയുടെ ഉദാഹരണം നൽകാറുണ്ടായിരുന്നു. അവളുടെ മുതുകത്ത് മുഴയുണ്ടായിരുന്നു. അവളോട് ആരോ ചോദിച്ചു, നിന്റെ മുതുക് ശരിയാക്കുന്നതിന് നീ ഇഷ്ടപ്പെടുന്നുവോ അതോ മറ്റാളുകളും കൂനന്മാരായി തീരുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത്? ചില പ്രകൃതം കാഠിന്യം ഉള്ളതായിരിക്കും, അസൂയ വെച്ച് പുലർത്തുന്നുണ്ടാവും. അവർ നൽകിയ മറുപടി ഇതായിരുന്നു, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി, ഞാൻ കൂനിയായി കഴിഞ്ഞു, ആളുകൾ എന്നെ കണ്ടുകൊണ്ട് എന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. അത് ശരിയായത് മൂലം അതിന് പരിഹാരമാകിയില്ല. ഇപ്പോൾ ഞാൻ വൃദ്ധയുമായിരിക്കുന്നു. മറ്റുള്ള എല്ലാവരും കൂനന്മാരായി മാറുമ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടാകുക. ഞാനും അവരെ പരിഹസിച്ച് സന്തോഷിക്കുന്നതാണ്. പറയുന്നു, ഇത്തരത്തിലുള്ള ചില അസൂയ വെച്ച് പുലർത്തുന്ന പ്രകൃതക്കാരുമുണ്ട്, बचने की भी हमने അസൂയ കാണിക്കുന്നവരുമുണ്ട്. അവർക്ക് തങ്ങളുടെ പ്രയാസം അകലണമെന്ന ചിന്ത ഉണ്ടാകുകയില്ല, മറിച്ച് അവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരും പ്രയാസത്തിൽ അകപ്പെടണമെന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അസൂയക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി നമുക്ക് ഓരോരുത്തർക്കും ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ സംസാരിക്കുന്ന അസൂയക്കാരിൽ നാം ഒരിക്കലും मसीह अलैहिस्सलाम सुनाया करते थे। പെടാതിരിക്കാനും വേണ്ടി ദുആ ചെയ്യുക. ഇനി ഒരു അന്ധന്റെ പഴമൊഴി വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം കേൾപ്പിക്കാറുണ്ടായിരുന്നു, ഒരു അന്ധനുണ്ടായിരുന്നു. രാത്രിയുടെ സമയത്ത് ആരോടോ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരാളുടെ ഉറക്കത്തിന് അത് ശല്യമുണ്ടാക്കി. അയാൾ പറഞ്ഞു, ഹാഫിസ് സാഹിബ് ഉറങ്ങിയാലും. ഹാഫിസ് സാഹിബ് പറഞ്ഞു, നാം ഉറങ്ങുന്നത് എന്തിനാണ്? നിശബ്ദനാകുകയല്ലേ വേണ്ടത്? मेरी आंखें तो पहले ही बंद हैं, അതുപോലെയാണ്, अब खामोशी हो जाना है और क्या है, അതായത് കണ്ണടയ്ക്കുകയും जाता हूँ। നിശബ്ദനാകുകയും ചെയ്യുന്നതിന്റെ പേരാണ് ഉറക്കം. എന്റെ കണ്ണ് മുമ്പേ തന്നെ അടഞ്ഞിരിക്കുകയാണ്. के होते हैं ये तकलीफ है मुझे, ഇനി നിശബ്ദനാകുക क्योंकि वो कहते എന്നല്ലാതെ മറ്റെന്താണ് വേണ്ടത്? आती था എന്നാൽ അതും ഞാൻ ചെയ്യാം. जैसे അവിടുന്ന് പറഞ്ഞു, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഒരിക്കലും പ്രയാസത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതല്ല, കാരണം കുറ്റമുള്ളവനാണ്. അതായത് ലോകം വിശ്വാസിയെ കൊല ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ പറയും, എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ്? ഞാൻ മുമ്പേ തന്നെ അള്ളാഹുവിന് വേണ്ടി മരിച്ചവനാണ്. അള്ളാഹു ഏതൊന്നാണ് ആഗ്രഹിക്കുന്നത് आती है। അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. जब दुनिया मारना चाहती है तो वो അവന് വേണ്ടി എന്റെ ജീവൻ പോലും ഹാജരാണ്. അവിടുന്ന് പറയുന്നു, गया था जिस दिन मैंने इस्लाम को ലോകം മരണത്തെ ഭയപ്പെടുന്നു, എന്നാൽ ഒരു വിശ്വാസിയെ ലോകം കൊല്ലാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ അതൊന്നും കണ്ട് ഭയപ്പെടുകയില്ല. അവൻ പറയും, ഞാൻ ഇസ്ലാം സ്വീകരിച്ച ആ ദിവസം തന്നെ മരിച്ചവനാണ്. വ്യത്യാസം ഇത്രമാത്രം, ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടക്കുന്ന ശവമാണെങ്കിൽ നിങ്ങൾ എന്നെ മണ്ണിനടിയിൽ കുഴിച്ച് इस्लाम മൂടുമായിരിക്കും. എനിക്ക് അതിൽ യാതൊരു വ്യത്യാസവും അനുഭവപ്പെടുകയില്ല. യഥാർത്ഥ വിശ്വാസിയുടെ ചിന്ത ഇതായിരിക്കണം. മറ്റൊരു ഉദാഹരണം അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം കേൾപ്പിക്കാറുണ്ടായിരുന്നു, ഒരു സ്ത്രീ ഏതോ വിവാഹ ചടങ്ങിൽ പങ്കുചേർന്നു. അവർ പിശുക്ക് കാണിച്ചിരുന്നു. भाभी उसकी हौसले वाली थी जरा, ലുബ്ധയായ സ്ത്രീയായിരുന്നു. എന്നിരുന്നാൽ വളരെ വലിയ
താൽപര്യത്തിനുടമയായിരുന്നു. ഇവരും ഭർത്ത സഹോദരിയും രണ്ടുപേരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇവർ പിശുക്ക് കാണിച്ചിരുന്നുവെങ്കിലും जब वो वापस आई അവരുടെ ഭർത്ത സഹോദരിയാണ് ഉന്നതമായ താല്പര്യത്തിന് ഉടമയായിരുന്നത്. അതായത് സമ്മാനം നൽകുന്നതിൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ആ സ്ത്രീ വിവാഹത്തിൽ ₹1 സമ്മാനമായി നൽകി. എന്നാൽ അവരുടെ ഭർത്ത സഹോദരി 20 രൂപയാണ് നൽകിയത്. അവർ അവിടെ നിന്ന് തിരികെ എത്തിയപ്പോൾ ആരോ ആ ലുബ്ധ കാണിക്കുന്ന സ്ത്രീയോട് ചോദിച്ചു, നീ വിവാഹത്തിന് എന്താണ് നൽകിയത്? ഞാനും എന്റെ നാത്തൂനും കൂടി 21 രൂപ നൽകി. ചില ആളുകളുടെ ചന്തയിലേക്ക് ഈ ഉദാഹരണത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നു, ചില ആളുകൾ മറ്റുള്ളവരുടെ പ്രധാന ചന്തകളിലേക്ക്, ചില ജമാഅത്തുകളിൽ അവർ വളരെ കൂടുതലായി ചന്ത നൽകുന്നവരാണെന്ന് പറയപ്പെടുന്നു. അവരുടെ ചന്തകളെ ജമാഅത്തുമായി ബന്ധിപ്പിച്ച് പറയുന്നതും ഈ സ്ത്രീ പറഞ്ഞതുപോലെയാണ്. അതായത് ഞാനും എന്റെ നാത്തൂനും കൂടി 21 രൂപ നൽകിയെന്ന് പറയുന്നത് പോലെയാണ്. എന്നാൽ മറ്റു ചില ധനികരായ ആളുകളുണ്ട്, അവർ പിശുക്ക് കാണിക്കുന്നു. ജമാഅത്തിന്റെ മൊത്തത്തിലുള്ള ചന്തയെ തന്നിലേക്ക് ചേർത്ത് പറയുന്നു. ഈ സംഭവങ്ങളും മുന്നിൽ വരാറുണ്ട്. ചേർത്ത് പറയുന്നില്ലെങ്കിൽ തന്നെയും അത് വെളിപ്പെടുത്താറുണ്ട്. ഏതുപോലെ ഞങ്ങളുടെ ജമാഅത്താണ് ഏറ്റവും കൂടുതലായി ചന്ത നൽകുന്നതെന്നോ ഏറ്റവും കൂടുതലായി നൽകുന്നതെന്നോ പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൽ അധിക പേരും ദരിദ്രരായിരിക്കും ചന്ത നൽകുന്നത്. എന്നാൽ അതിലെ ധനികർ അതനുസരിച്ച് നൽകാറില്ല. ഒരിക്കൽ കളിയിൽ ചില തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചു. ദീനിനെ മുഖവിലേക്കെടുത്തില്ല. ജമാഅത്തിന്റെ ചര്യയെ മുന്നിൽ വെച്ചില്ല. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവിടുന്ന് അവരോട് പറഞ്ഞു, നോക്കുക, ചിരിയും തമാശയും അനുവദനീയമാണ്, വിരോധിച്ചിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറയാറുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമും തമാശ പറയാറുണ്ടായിരുന്നു. നാമും തമാശ പറയാറുണ്ട്. നാം തമാശ പറയാറില്ല എന്ന് പറയുന്നില്ല. നാം 100 പ്രാവശ്യം തമാശ പറയുന്നു. കുട്ടിയോടും ഭാര്യയോടും സുഹൃത്തുക്കളോടും പറയാറുണ്ട്. എന്നാൽ അതിൽ ആരെയെങ്കിലും ഇകഴ്ത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കുകയില്ല. ആരെയെങ്കിലും ഇകഴ്ത്തുകയോ അവരുടെ അന്തസ്സിനെ ഹനിക്കുകയോ ചെയ്യുന്ന തമാശ അതൊരിക്കലും ശരിയായിരിക്കുകയില്ല. നാവിൽ നിന്ന് അത്തരത്തിലുള്ള വാക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ അധിക്ഷേപത്തിന്റെ നിറമുണ്ടെങ്കിൽ നാം അതിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. ഇത് അറിയാതെ ആരെങ്കിലും നിന്നും ഉണ്ടായാൽ, അല്ലെങ്കിൽ തമാശ മറ്റുള്ള ആൾക്ക് വളരെയധികം വെറുപ്പുണ്ടാക്കുന്നതോ അവരുടെ അന്തസ്സിന് ക്ഷതം ഏൽപ്പിക്കുകയോ ചെയ്താൽ അവർ എല്ലാവരും ഇപ്രകാരം പ്രവർത്തിക്കേണ്ടതാണ്. നമ്മിൽ നിന്ന് തെറ്റ് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയാൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. ഒരു വിനോദത്തെ പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, അവിടെ ഒരു കളി നടക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ കളിയെ മോശമായി കരുതുന്നില്ല. ചിരിയും കളിയും അനുവദനീയമാണ്. അത് അനുവദനീയമല്ല എന്ന് ഞാൻ പറയുന്നുമില്ല. നിങ്ങൾ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുക. എന്നാൽ ഗൗരവത്തോടെ തമ്മിൽ അടിച്ചുകൊണ്ട് കളി എന്ന നിലയിൽ ആയാൽ അത് ശരിയല്ല. എന്നാൽ ആ കളി പിതാവിന്റെ താടിയെ തട്ടിക്കൊണ്ടാണെങ്കിൽ അത് അനുവദനീയമല്ല. അതായത് പിതാവിന്റെ അന്തസ്സിനെ നശിപ്പിക്കുക എന്നത് അതൊരിക്കലും അനുവദനീയമല്ല. അള്ളാഹുവിനുള്ള സ്ഥാനം അള്ളാഹു നൽകുക, ഫുട്ബോളിനുള്ള സ്ഥാനം ഫുട്ബോളിന് നൽകുക, കവിയരങ്ങിനുള്ള സ്ഥാനം കവിയരങ്ങിന് നൽകുക, പ്രവചനങ്ങൾക്കുള്ള സ്ഥാനം പ്രവചനങ്ങൾക്ക് നൽകുക. ചിലർ പറഞ്ഞ വാക്കുകൾ പരിഹാസത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ തമാശയുടെ രൂപത്തിൽ പ്രവചനത്തിന്റെ പരാമർശം നടത്തി. നിങ്ങളിൽ കളിയുടെയും പരിഹാസത്തിന്റെയും ആവേശമാണ് കൂടുതലായിട്ടുള്ളതെങ്കിൽ ലാഹോറിലേക്ക് പോകുക, കവിയരങ്ങിൽ ചെന്ന് പങ്കുചേരുക. അവിടെ കവികൾ മറ്റുള്ളവരെ പരിഹസിക്കാറുണ്ട്. കവിയരങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആവേശം പൂർത്തിയാക്കുക. നിരർത്ഥക കാര്യങ്ങൾ പറയണമെങ്കിൽ, കളികളിൽ പങ്കെടുക്കണമെങ്കിൽ മറ്റുള്ള പട്ടണങ്ങളിൽ പോയി അവിടെ ചേരുക. കാദിയാനിലെ ആളുകളാണെന്ന് പ്രധാനമായും ഉപദേശിക്കുന്നത്. ലാഹോറിൽ പോയി നിങ്ങൾ പങ്കുചേരുകയാണെങ്കിൽ കാദിയാൻ, റബവ എന്നീ കേന്ദ്ര നിയന്ത്രണത്തിൽ നടത്തപ്പെടുന്ന കളികളിൽ പങ്കെടുക്കുന്നവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ്. നിങ്ങൾ അവിടെ പോയി അങ്ങനെ ചെയ്താൽ ലാഹോറികളാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആളുകൾ പറയും, അഹമ്മദികളാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആരും പറയുകയില്ല. എന്നാൽ ഇവിടെ അതിന്റെ 10-1 അംശം പോലും ചെയ്താൽ അഹമ്മദികളാണ് അങ്ങനെ ചെയ്തതെന്ന് ആളുകൾ പറയും. ഞാൻ നിങ്ങളെ ചിരിയിൽ നിന്ന് തടയുന്നില്ല. ജമാഅത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ ചിരിയിൽ മുന്നേറാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ജമാഅത്ത് പരമായി കാദിയാൻ, റബവ എന്നിവിടങ്ങളിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും കളികൾ നടത്തുന്നു, ജമാഅത്ത് സംഘടിപ്പിക്കുന്നു. അവിടെ ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ചില സമയത്ത് ജമാഅത്തിന് ദുഷ്പേരുണ്ടാക്കുന്നു. അതിനാൽ എല്ലാ സ്ഥലത്തും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ പ്രവർത്തികളിലും, അത് കളിയായാലും വിനോദമായാലും കവിയരങ്ങായാലും,
इस बात का इजहार होना അതിൽ നിന്ന് പ്രകടമാകേണ്ടത് നാം ജമാഅത്തിന്റെ അന്തസ്സിന് വിള്ളലുണ്ടാക്കുന്ന കാര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. है। ये मुशायरे हैं അതിന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഈ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് പൂർണ്ണമായും ഉപദേശങ്ങളടങ്ങിയവയാണ്, പാഠം ഉൾക്കൊള്ളുന്നവയാണ്. ഇക്കാര്യങ്ങളെ എപ്പോഴും മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. बस ये जो चंद बातें मैंने कही हैं हर नसीहत थी, सबक आमूज थी, इन बातों का ख्याल रखना चाहिए। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाह व नशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु इबादुल्लाहि रहिमकुमुल्लाह इन्नल्लाह यामुरु बिल अदलि वल इहसान व इताइ ज़िल क़ुर्बा व यन्हा अनिल फ़हशाइ वल मुनकरि वल बग़ि यइज़ुकुम लअल्लकुम तज़क्करून उज़्कुरुल्लाह यज़्कुरकुम वदूहु यस्तजिब लकुम वलज़िक्रुल्लाहि अकबर।